ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ഏവർക്കും നിത്യശാന്തി ശുഭാനന്ദ നാമത്തിൽ ഭവിച്ചിടട്ടെ. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ. ആത്മാക്കളെ അനുഗ്രഹിപ്പാൻ ദീർഘകാലം വാഴണമേ. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ. ആത്മാക്കളെ അനുഗ്രഹിപ്പാൻ ദീർഘകാലം വാഴണമേ. സർവശക്തിയുടെ മഹാകാരുണ്യത്താൽ വീണ്ടും ഒരു ഞായറാഴ്ച ആരാധനയിൽ നമ്മൾ സമന്വയിച്ചിരിക്കുകയാണ്. ലോകത്തിൽ എന്ത് സംഭവിക്കുന്നതും ദൈവ തീരുമാനമാണ് എന്ന അറിവിൽ അനുനിമിഷം നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ഗുരുവാണ് നമ്മുടെ ഗുരു. ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നതെല്ലാം അറിവോടുകൂടി ചിന്തിച്ചാൽ പരിപൂർണമായും ആത്മാവിൽ ബോധ്യമാകും ഇത് ദൈവ തീരുമാനം തന്നെയാണ്. ചഞ്ചലങ്ങൾ ഉണ്ടാകുന്നത്, ഉറപ്പില്ലാതെ പോകുന്നത്, വിശ്വാസത്തിന് ഇളക്കം വരുന്നത് ചിന്തിക്കാനുള്ള അറിവ് തൽക്കാലത്തേക്ക് ലഭിക്കാതെ പോകുമ്പോൾ മാത്രമാണ്. അല്ല എങ്കിൽ സർവ്വതും 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 ദൈവ തീരുമാനം തന്നെയാണ് എന്ന ഉറപ്പിൽ നിന്നുകൊണ്ട് ഇതിനെ മുഴുവൻ അനുഭവിക്കാൻ നമുക്ക് അറിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ അറിവാണ് ആത്മബോധം. ആ അറിവാണ് ആത്മബോധം. ആ ആത്മബോധം ഒരാത്മാവിൽ ഉദയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും അതുതന്നെയാണ്. ആത്മബോധം തന്നെയാണ്. ആത്മബോധം തന്നെയാണ് ദൈവം. ആ ദൈവവാഴ്ച ആത്മാവിൽ അടിസ്ഥാനപ്പെടുത്തി നിലനിർത്തിയിരിക്കുന്ന ആത്മബോധോദയ സംഘാതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ചഞ്ചലമുണ്ടാകാൻ പാടില്ല, അറിവിന് കുറവുണ്ടാകാൻ പാടില്ല, വിശ്വാസത്തിൽ ഇളക്കം വരാൻ പാടില്ല. എന്തു തന്നെ കണ്ടാലും, എന്തു തന്നെ കേട്ടാലും, എന്തു തന്നെ അറിഞ്ഞാലും, എന്തു തന്നെ അനുഭവിച്ചാലും ഇത് എൻ്റെ ദൈവം അറിഞ്ഞാണല്ലോ, ഇതെന്റെ ദൈവം അറിഞ്ഞതാണല്ലോ, ഇതെന്റെ ദൈവം തന്നതാണല്ലോ എന്ന് പൂർണ്ണമായും അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, ഗ്രഹിക്കുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്ന ഒരാത്മാവാണ് യഥാർത്ഥ ആത്മബോധി. ആ അറിവിലേക്ക് ഉയർത്തുവാൻ നരകത്തിൽ വന്ന് നരജന്മം സ്വീകരിച്ച് നരകാത്മാക്കളായി പോയ മനുഷ്യലോകത്തെ ഈ അറിവ് കൊടുത്ത് മനുജന്മം ധരിച്ച്
ഈശ്വര രൂപമാക്കി ഈശ്വരനെ അധിവസിച്ച് ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഈ ആത്മബോധോദയ സംഘം ഒരു പറയാനായി സ്ഥാപിച്ച വേദങ്ങളാണ് വേദങ്ങളാണ് ആത്മബോധോദയ സംഘം. സംഘമായി സ്ഥാപിച്ചിരിക്കുന്നത്. ആ വേദം എന്ന് പറയുന്നത് ഭേദമറ്റ ബോധമാണ്. ആ ഭേദമറ്റ ബോധം ഒരു ആത്മാവിൽ ഉദിക്കണമെങ്കിൽ, പ്രകാശിക്കണമെങ്കിൽ ആത്മജ്ഞാനിയാകുന്ന പരമാത്മാവിന്റെ തിരുഹൃദയം തുറന്ന് ദാനം ചെയ്യുന്ന ആ ആത്മജ്ഞാനം തന്നെ വേണം. അതാണ് ഭൂമിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഈ ആത്മബോധോദയ സംഘം. ഇതിൽ ഉൾപ്പെട്ട് ജീവിക്കുന്ന ഒരാളിനും ചഞ്ചലങ്ങൾ ഉണ്ടാകേണ്ടുന്ന ആവശ്യമില്ല. ഈ അറിവിൽ കൂടി ജീവിക്കുന്ന ഒരാളിന് ഒരു വിധത്തിലും വിശ്വാസ കുറവുണ്ടാകേണ്ടുന്ന ആവശ്യമില്ല. ഈ സംഘത്തിൽ ഉൾപ്പെട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, ഈ നിഷ്കളങ്ക ആദർശത്തെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളിൽ പോലും കളങ്കം ഉണ്ടാകേണ്ടുന്ന ആവശ്യമില്ല. അങ്ങനെ കളങ്കമില്ലാതെ, വിശ്വാസക്കുറവില്ലാതെ, ചഞ്ചലങ്ങളില്ലാതെ ജീവിതം ചെയ്യുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നതെല്ലാം, നടക്കാനിരിക്കുന്നതെല്ലാം ഈശ്വരന്റെ തീരുമാനങ്ങളാണ് എന്ന വിശ്വാസത്തിലായിരിക്കും നിലകൊള്ളുന്നത്. അതൊരു വലിയ അറിവാണ്. അത് ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിഞ്ഞ ഒരാളിൽ മാത്രം ലഭിക്കുന്ന അറിവാണ്. നടന്നു കഴിഞ്ഞതും, നടന്നുകൊണ്ടിരിക്കുന്നതും, നടക്കാനിരിക്കുന്നതും എൻ്റെ ഗുരുവിൻ്റെ പ്രത്യേക കാരുണ്യത്തിൽ കൂടി സംഭവിക്കുന്നതാണ് എന്ന അറിവ് ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിഞ്ഞ ഒരാളിൽ മാത്രം ലഭിക്കുന്ന അറിവാണ്. അതിൻ്റെ പേരാണ് ആത്മബോധം. ആ ആത്മബോധത്തിലേക്ക് എത്തിക്കുവാൻ ഈ ലോകത്തിൽ നിന്ന് സ്വീകരിച്ച് നരജന്മങ്ങളെ മനുജന്മമാക്കി ഉയർത്തി നിർത്തിക്കൊണ്ട് ഈ പരമസത്യം തെളിയിക്കുമ്പോൾ, പരമസത്യം ബോധ്യപ്പെടുത്തുമ്പോൾ ചഞ്ചലമാനസരാകാതെ, വഞ്ചിതരായി പോകാതെ, ചഞ്ചലമാനസരാകാതെ, വഞ്ചിതരായി പോകാതെ, സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ. സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ. കാരണവശാലും യഥാർത്ഥ ആത്മബോധിക്ക് ചഞ്ചലം ഉണ്ടാവുകയില്ല. ചഞ്ചലം ഉണ്ടാകുന്നുവെങ്കിൽ ആത്മബോധം ഉദിച്ചില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം വേദം എന്ന് ലോകത്തിൽ ഘോഷിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം, പുരാണങ്ങള്, വേദങ്ങള്, ശാസ്ത്രങ്ങള്, ഉപനിഷത്തുകള് എന്നൊക്കെ പറയുന്നവയെല്ലാം ഭഗവാൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഈ വേദിയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആത്മബോധം ഉദിച്ച ആദി അന്തമില്ലാത്ത ആനന്ദമാടും വിളക്ക് ജ്ഞാനം
ഈ ജ്ഞാനം കൊണ്ട് അവരാനന്ദമാടിപ്പോയി ആ ജ്ഞാനം വേദഗ്രന്ഥങ്ങളായി. ആത്മബോധ പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഒരു ആത്മാവ് ചിത്രീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ആത്മാവിൽ ദർശനമായി ലഭിക്കുന്നതാണ് വേദങ്ങളായി ചമയ്ക്കപ്പെട്ടിരിക്കുന്നതെല്ലാം എന്ന് വളരെ കൃത്യമായി നമ്മളെ ഉപദേശിച്ചുകൊണ്ടാണ് ഈ ആത്മബോധോദയ സംഘത്തെ സ്ഥാപിച്ച് നമ്മളിൽ ഈ ആത്മബോധം ദാനം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, ഒരു ആത്മാവിൽ കൂടി ഇത്രയേറെ വേദങ്ങൾ നിർമ്മിക്കപ്പെടാമെങ്കിൽ, ഒരു ആത്മാവിൽ കൂടി ഒരു അവതാര കഥകളെ പൂർണ്ണമായി അവതരിപ്പിക്കാമെങ്കിൽ, ഒരു ആത്മാവിൽ കൂടി ആത്മാവിന്റെ വളർച്ചയ്ക്കുള്ള വിവിധ വഴികളെ രൂപീകരിച്ച് പ്രകാശിപ്പിക്കപ്പെടാമെങ്കിൽ, ജീവനോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിന് എന്തുകൊണ്ട് ആത്മബോധത്തെ സ്വീകരിച്ച് പ്രവർത്തിച്ച് പ്രകാശിപ്പിച്ച് വേദമായി ലോകത്തിൽ ജീവിച്ചുകൂടാ? ഒരു സമ്പൂർണ്ണ വേദമായി ലോകത്തിൽ ജീവിക്കുവാനുള്ള സർവ്വതും, ഒരു സമ്പൂർണ്ണ വേദമായി ലോകത്തിൽ ജീവിക്കുവാനുള്ള സർവ്വതും ഒരാത്മാവിലേക്ക് പരിപൂർണമായും ഒരുക്കി വെച്ചിട്ടാണ് ഈ പരമസത്യത്തെ സർവശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അനവധി, വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അനവധി. ഈ തെളിവുകളെല്ലാം സ്വീകരിച്ച് വെളിവുള്ളവരാകിയാൽ മാത്രമേ, തെളിവുകളെ സ്വീകരിച്ച് വെളിവുള്ളവരായാൽ മാത്രമേ ആത്മബോധം ഉദിക്കുകയുള്ളൂ. ബോധോദയത്തിൽ മാത്രമേ വേദമെന്തെന്നറിയാൻ കഴിയുകയുള്ളൂ. ആ വേദമായി നിന്ന് പ്രവർത്തിക്കുവാൻ ഒരു ആത്മാവിന് കഴിഞ്ഞാൽ അവിടെയാണ് നിത്യാനന്ദ സമ്പൂർണനാകുന്ന സദ്ഗുരുവിന്റെ കളിവിളയാട്ടം കാണും. അവിടെ മാത്രമേ കാണൂ. അതിനിപ്പുറത്ത് അനവധി കാര്യങ്ങൾ ഈ ആത്മീയ വഴിയിലൂടെ ഈശ്വരൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മനസ്സിന് സന്തോഷം തരുന്നതും താൽക്കാലികമായ സുഖങ്ങൾ തരുന്നതും അനുഭൂതി വിശേഷങ്ങളെ നിറയ്ക്കുന്നതും ആത്മസുഖത്തിൽ എത്തിക്കുന്നതും ഒക്കെയായ അനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ താൽക്കാലികമായ സുഖം അനുഭവിച്ചവർ, അനുഭൂതി വിശേഷങ്ങൾ അനുഭവിച്ചവർ, ആത്മസുഖത്തിൽ എത്തിയവർ പലവിധ കർമ്മങ്ങളിൽ വീണ്ടും താഴേക്ക് പോയാൽ ഇതെല്ലാം നഷ്ടമായി പോകും. സത്യം ഇതെല്ലാം നഷ്ടമായി പോകും. എന്നാൽ യഥാർത്ഥ ആത്മബോധത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ആത്മാവ് പിന്നെ നീചകർമ്മങ്ങൾ ചെയ്യാൻ അവന് തോന്നുകയില്ല. അഥവാ മറ്റൊരാളിന് നീചമാണ് ചെയ്യുന്നത് എന്ന് തോന്നിയാൽ പോലും ഈ ആത്മാവിന് ആ കർമ്മവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കും. കാരണം എന്താണ്? ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത്. അതിനുള്ളിൽ ഇരിക്കുന്നു എങ്കിൽ പോലും, ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നു എങ്കിൽ പോലും ആത്മബോധോദയം സംഭവിച്ച ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ആത്മാവ് ചെയ്യുന്ന കർമ്മങ്ങൾ, ശരീരത്തിൽ കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു നീചമാണ് എന്ന് മറ്റൊരാളിന് തോന്നിയാൽ പോലും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അത് നീചമല്ല, ഒരിക്കലും നീചമാവുകയില്ല. കാരണം എന്താണ്? അത് സ്വയം പ്രകാശമായി പ്രോജ്വലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് സ്വയം പ്രകാശമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരീരകർമ്മങ്ങൾ ഒന്നും അതിനുള്ളിലേക്ക് പിന്നെ ഫലങ്ങളെ കൊടുക്കുന്നില്ല. പിന്നെ പുറത്തേക്ക് മാത്രമാണ് ഫലങ്ങളെ കൊടുക്കുന്നത്. അകത്തേക്ക് ഒരിക്കലും തൻ്റെ കർമ്മങ്ങളിൽ നിന്നൊരു ഫലത്തെ സ്വീകരിക്കപ്പെടുന്നില്ല. കാരണം പരിപൂർണമാക്കപ്പെട്ട ഒന്നിലേക്ക് മറ്റൊന്നും ചേരേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആത്മബോധോദയ സംഘം മറ്റൊന്നിനോടും ചേരുന്നതല്ല, എല്ലാം ഇതിലേക്ക് വന്ന് ചേരണം എന്ന് ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം എന്താണ്? താൻ സമ്പൂർണ്ണാവതാരമായി വന്നു നിന്നുകൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനത്തെ തെളിയിക്കുന്നു, അറിയിക്കുന്നു, അനുഭവപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെയും ഇതിലേക്ക് സ്വീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏതിനെയും? മറ്റൊരറിവിനെയും. പക്ഷേ അറിവില്ലാത്ത ആർക്കും ഇതിലേക്ക് വന്ന് ഇതിൽ നിന്ന് അറിവ് സ്വീകരിക്കാം. പരിപൂർണമായ ആത്മാവിന്റെ ഉയർച്ചയ്ക്കും ആത്മബോധത്തിനുമുള്ളത് സർവദാ ഇവിടെ നിന്ന് നിറച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സർവദാ നിറച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആത്മാക്കൾക്ക് ഇതുപോലെ ആനന്ദം നൽകിടുവാൻ, ആത്മാക്കൾക്ക് ഇതുപോലെ ആനന്ദം നൽകിടുവാൻ, ആത്മാക്കൾക്ക് ഇതുപോലെ ആനന്ദം നൽകിടുവാൻ, ആത്മാക്കൾക്ക്
ദൈവം സമ്പൂർണമായി അവതരിച്ച് ഇതാ അവതാര കർമ്മങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ഉൾപ്പെടുവാൻ പരമഭാഗ്യം ലഭിച്ച ജന്മാന്തര സുഹൃതികൾ ഈ പരമസത്യത്തെ അറിഞ്ഞ് ജീവിതം ചെയ്ത് ഓരോ ആത്മാവും ഓരോ വേദമായി ലോകത്തിൽ പ്രകാശിച്ച് ആത്മബോധത്തെ പ്രവർത്തിക്കണം. അപ്പോഴാണ് നമ്മുടെ ആദർശം ലോകവ്യാപകമായി വളരുന്നത്. അങ്ങനെ വളർത്തുവാനും അങ്ങനെ ആത്മാക്കളിലേക്ക് പ്രകാശിപ്പിക്കുവാനും വേണ്ടി തിരഞ്ഞെടുത്ത് നിലനിർത്തിയിരിക്കുന്ന അരിമ സന്താനങ്ങളെയാണ് ആത്മബോധോദയ സംഗ്രാമങ്ങളായി ഈശ്വരൻ ലോകത്തിൽ കരുതിയിരിക്കുന്നത്. അപ്രകാരം കരുതിയിരിക്കുന്ന സർവാത്മാക്കളെയും ജഗതീശ്വരൻ ആരാധനയിൽ കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വദേശത്തും വിദേശത്തും ആശ്രയിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് ചിന്തിച്ചുകൊണ്ട് നിലവിളക്ക് കൊടുത്തിയും അല്ലാതെയും ജോലി സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഇതിനെ ചിന്തിക്കുന്ന എൻ്റെ അരിമ സന്താനങ്ങളിലേക്കെല്ലാം ഈ ആരാധനയുടെ അനുഗ്രഹവും ആനന്ദവും ജഗതീശ്വരൻ നിറച്ച് 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 ദാനം ചെയ്യുന്നതാണ്. ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥന്റെ അടുത്ത്. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. ആർത്തി തീർത്തന്നെ രക്ഷിപ്പാൻ ആത്മനാഥനല്ലാതാരും ഇല്ലേ. ആർത്തി തീർത്തന്നെ രക്ഷിപ്പാൻ ആത്മനാഥനല്ലാതാരും ഇല്ലേ. ആത്മാവിൽ വാഴണേ എന്നും എനിക്കാശ്വാസം നൽകണേ എന്നും. ആത്മാവിൽ വാഴണേ ആശ്വാസ സ്വരൂപനായ ഈശ്വരനാണ് ലോകത്തിൽ വന്ന് അവതാരമായി വാഴുന്നത്. ആശ്വാസസ്വരൂപനായ ഈശ്വരനാണ് ലോകത്തിൽ വന്ന് തിരുവവതാരമായി വാഴുന്നത്. തിരുവവതാരത്തിൽ കൂടി ആശ്വാസം അനുഭവപ്പെടുന്നതിന് തിരുവവതാരത്തിൽ കൂടി ആശ്വാസം അനുഭവപ്പെടുന്നതിന് പ്രത്യേക ഒരു നിയമ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേക ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു നിയമ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിയമ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നിയമ വഴികളിൽ കൂടി മാത്രമേ ആശ്വാസം ആത്മാവിൽ അനുഭവമാവുകയുള്ളൂ. ആ നിയമവഴികളിൽ കൂടി മാത്രമേ ആശ്വാസം ആത്മാവിൽ അനുഭവപ്പെടാവുന്നുള്ളൂ. നിയമത്തിൽ കൂടിയാണ് ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിയമത്തിൽ കൂടിയാണ് ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെ നിലനിർത്തുന്നതും നിയമം കൊണ്ട് തന്നെയാണ്. നിലനിർത്തുന്നതും നിയമം കൊണ്ട് തന്നെയാണ്. മനുഷ്യജന്മത്തിലേക്ക് ഒരു ആത്മാവിനെ എത്തിക്കുന്നതും ആ നിയമത്തിൽ കൂടിയാണ്. മനുഷ്യജന്മത്തിലേക്ക് ഒരു ആത്മാവിനെ എത്തിക്കുന്നതും ആ നിയമത്തിൽ കൂടിയാണ്. മനുഷ്യജന്മത്തിൽ വെച്ച് അവർ ആശ്വാസവും ആനന്ദവും അനുഭവപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെ നിയമത്തിൽ കൂടിയാണ്. മനുഷ്യജന്മത്തിൽ വെച്ച് തന്റെ ആത്മാവിൽ ആശ്വാസവും ആനന്ദവും ലഭിക്കാനുള്ള അനുഭവത്തിൽ ഉണ്ടാകുന്നത് ആ നിയമത്തിൽ കൂടി തന്നെയാണ്. അപ്രകാരം നിയമജ്ഞനാകുന്ന ജഗതീശ്വരനാണ് ആശ്വാസ സ്വരൂപനായി അവതാരമായി വാഴുന്നത്. നിയമജ്ഞനാകുന്ന ജഗതീശ്വരനാണ് ആശ്വാസ
സ്വരൂപനായി ദൈവോപകാരമായി വാഴുന്നു. ആ അവതാരത്തെ ആ അവതാരത്തെ അറിഞ്ഞ് നിയമത്തിൽ കൂടി ജീവിച്ച് നിയമത്തിൽ കൂടി ആശ്വാസം ആത്മാവിൽ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ആശ്വാസം ആത്മാവിൽ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ആത്മാക്കൾ ചെയ്യേണ്ടുന്ന ധർമ്മം. ആത്മാവിൽ ചെയ്യേണ്ടുന്ന അപ്പോ സത്യം ഈശ്വരൻ ആത്മാവിൽ സ്ഥാപിച്ചു തരുമ്പോ, സത്യമീശ്വരൻ ആത്മാവിൽ സ്ഥാപിച്ചു തരുമ്പോൾ നിയമത്തിൽ കൂടി അത് പ്രവർത്തിക്കുമ്പോ ധർമ്മമായി ഭവിക്കും. നിയമത്തിൽ കൂടി അത് പ്രവർത്തിക്കുമ്പോൾ ധർമ്മമായി ഭവിക്കും. ആ സത്യത്തെ നിയമത്തിൽ കൂടി പ്രവർത്തിച്ച് ധർമ്മബോധികളായി ജീവിച്ച് ആശ്വാസവും ആനന്ദവും ആത്മാവിൽ തന്നെ കരസ്ഥമാക്കണം. ഇപ്രകാരം സത്യധർമാദികളിൽ കൂടി നിയമാനുഷ്ഠാനങ്ങളിൽ കൂടി ആത്മാവിലേക്ക് ആശ്വാസം ദാനം ചെയ്യുവാൻ വന്ന ആശ്വാസ സ്വരൂപനാകുന്ന ഈശ്വരനെ ഒരു മർത്യവേഷത്തിൽ കാണുവാൻ കഴിഞ്ഞതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗ്യം. ആ കോടാനുകോടി ദേവീദേവന്മാരും കോടാനുകോടി ദൂതപരിവാരങ്ങളും ആ സപ്തർഷികളും ആ ത്രിമൂർത്തികൾ പോലും കാണാൻ കൊതിക്കുന്ന അവതാര വാഴ്ചയാണ് ശുഭാനന്ദ നാമധാരിയായി വന്നു നിന്നുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് എന്ന് ആത്മാവ് തിരിച്ചറിയണം. അതിനെന്തെല്ലാം വേണം? താൻ തന്നെ തെളിയിക്കുന്ന ആത്മജ്ഞാനം ആത്മാവിൽ ഭവിക്കണം. സൂര്യപ്രകാശത്തിൽ കൂടി സൂര്യനെ കാണുന്നത് പോലെ ആ ജ്ഞാനപ്രകാശത്തിൽ കൂടി ബോധസൂര്യനാകുന്ന ജഗദീശ്വരനെ അറിയണം. അങ്ങനെ മാത്രമേ അറിയാൻ സാധിക്കൂ. അപ്രകാരം അറിയിക്കുവാൻ അനുഭവപ്പെടുത്തുവാൻ ആത്മജ്ഞാനങ്ങളെ ഓതി ഭവിപ്പിക്കുമ്പോ അണുവിട തെറ്റാത്ത നിയമപാലനത്തിലൂടെ അത് സ്വീകരിച്ചെങ്കിലേ നിന്നിൽ അനുഭവമാവുകയുള്ളൂ. ആ ഒരു എന്തെങ്കിലും ഒരു ഉപകരണത്തിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയോ എഴുതി സൂക്ഷിക്കുകയോ അത് കാണാതെ പഠിക്കുകയോ മറ്റുള്ളവരോട് അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തതുകൊണ്ട് ഒരാളിലേക്ക് ആത്മജ്ഞാനം പ്രവേശിക്കുന്നില്ല. ആത്മജ്ഞാനം ആത്മാവിന്റെ രൂപമായി രൂപാന്തരപ്പെടുമ്പോൾ മാത്രമാണ് അത് ആത്മാവിന്റെ സ്വന്തമായി തീരുന്നത്. ഓ ഗുരുനാഥൻ ഉപദേശിക്കുന്ന ആത്മജ്ഞാനങ്ങളെ താൻ തന്നെ ദാനം ചെയ്തിരിക്കുന്ന നിയമത്തിൽ കൂടി ജീവിച്ച് ആ സത്യധർമാദികളിൽ കൂടി ജീവിച്ച് ആ ജ്ഞാനത്തെ ഗ്രഹിച്ച് ആ ജ്ഞാനരൂപമായ ആത്മാവ് വളർന്നാൽ മാത്രമേ ഒരു ആത്മജ്ഞാനിയായി എന്നൊരാത്മാവിന് അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാതെ കാണാതെ പഠിച്ചതുകൊണ്ടോ അനേകം പേരിലേക്ക് ഇത് പറഞ്ഞു കൊടുത്തതുകൊണ്ടോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതുകൊണ്ടോ ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല. ആ അറിവറ്റ അറിവിൽ കൂടി ജീവിച്ചുയരുമ്പോൾ മനസ്സറ്റ കർമ്മത്തിലൂടെ ആത്മാവ് വളരുമ്പോ ആത്മാവിന്റെ ഉടമസ്ഥനാകുന്ന ജഗദീശ്വരൻ ആത്മാവിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ആത്മാവിനെ അനുഗ്രഹിക്കുന്നു. അവിടെയാണ് ആ പ്രത്യക്ഷത അനുഭവപ്പെടുന്നത്. ഒരു മർത്യശരീരത്തിൽ താൻ വന്ന് പ്രത്യക്ഷമായി വാഴുന്നു. പ്രത്യക്ഷാനുഭവങ്ങൾ ആത്മാവിൽ കൊടുക്കുന്നു. ആർക്കും അറിയാത്ത ജ്ഞാനങ്ങളെ പ്രത്യക്ഷമാക്കി അനുഭവപ്പെടുത്തുന്നു. പല കാര്യങ്ങളും ലോകത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഒരു മനുഷ്യനെ കൊണ്ടോ ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ടോ
സാധിച്ചെടുക്കുന്നു. ആ അടിമ ഉടമ സമ്പ്രദായങ്ങളെ മാറ്റുന്നു, അധർമ്മങ്ങൾ ഒഴിവാക്കുന്നു, അസത്യങ്ങൾ ഒഴിവാക്കുന്നു, ഭൂതപ്രേത വിഷാദിക്കളുടെ ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്നു, പാപശാന്തി കൊടുക്കുന്നു, രോഗശാന്തി കൊടുക്കുന്നു, സർവശാന്തി അനുഭവപ്പെടുത്തുന്നു. ഇതെല്ലാം ആത്മാവിൽ അറിഞ്ഞ് ആരാധിച്ച് ആനന്ദിക്കുന്ന ഒരു ആത്മാവിന് മാത്രമേ ഇതിന്റെ പരിപൂർണാവസ്ഥയെ അറിയാൻ കഴിയൂ. ഇതിന് പിന്നിൽ നിൽക്കുന്ന സർവകർമ്മങ്ങളും ആത്മാവിന്റെ വളർച്ചയ്ക്കുള്ളതല്ല, അതിലേക്ക് ആകർഷിക്കുവാനുള്ളത് മാത്രമാണ്. ഈ സന്നിധാനത്തിലേക്കും ഈ കർമ്മങ്ങളിലേക്കും ഈ ആദർശത്തിലേക്കും ഗുരുവിലേക്കും ആ മർത്യജന്മങ്ങൾക്ക് ഒരു ആകർഷണം ഉണ്ടാക്കുവാൻ രോഗശാന്തിയും ഭൂതശാന്തിയും പാപശാന്തിയും ഒക്കെ കൊടുക്കുന്നു. അതെല്ലാം കൊടുത്തവരെ ആകർഷിക്കുമ്പോ ഈ അറിവാണ് അതിന് നിദാനമായി ദാനം ചെയ്യുന്നത്. അത് ഗ്രഹിച്ച് ഈ പലവിധത്തിലുള്ള ശാന്തി അനുഭവിച്ച് ആത്മനാഥനെ അറിഞ്ഞു നീ നിത്യവും ജീവിതം ചെയ്യണം. ഒരു രോഗത്തെ ഒഴിവാക്കാൻ സന്നിധാനത്തിൽ വന്നു, അപേക്ഷിച്ചു, നേർച്ചകൾ സമർപ്പിച്ചു, ഭഗവാന്റെ കാരുണ്യം ഉണ്ടായി, രോഗശാന്തി ലഭിച്ചു. നീ മരിക്കുന്നതിന് മുൻപ് ആ പലവിധത്തിലുള്ള രോഗങ്ങൾ വീണ്ടും നിന്നിലേക്ക് വന്നുകൂടാ. അപ്പോൾ നിന്നിൽ അവിശ്വാസം ഉണ്ടാകരുത്. കാരണം എന്താണ്? എന്റെ ഗുരു എന്റെ രോഗം മാറ്റി എന്നെ രക്ഷിച്ചു, എനിക്ക് വീണ്ടും രോഗം വന്നു. അപ്പൊ ഗുരുവിന് ശക്തിയില്ല എന്നാരും ധരിച്ചു കളയരുത്. ആ വീണ്ടും അതുപോലെ നേർച്ച വെച്ചു, പലവിധ നേർച്ചകൾ സമർപ്പിച്ചു, അപേക്ഷിച്ചു, ആശ്രയിച്ചു, എന്നിട്ടും എന്റെ രോഗം മാറുന്നില്ലല്ലോ എന്ന് തോന്നുന്നുവെങ്കിൽ, അങ്ങനെ ഒരു അനുഭവത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നീ അറിയുക, ഗുരുനാമം കൊണ്ട് ശുഭമാകുന്നില്ലേ അതുതന്നെ നിന്നിൽ ഗുരുശാപം. എങ്ങനെയാണ് ഗുരുശാപം എത്തിയത്? ആശ്വാസത്തിന് വേണ്ടി ആശ്രയിച്ച ഗുരുപാദം, ആശ്വാസത്തിന് വേണ്ടി ആരാധിച്ച ഗുരുനാമം എങ്ങനെയാണ് നിനക്ക് ശാപമായി ഭവിച്ചത്? നീ നിയമം പാലിച്ച് ജീവിച്ചില്ല, വിശ്വാസത്തിൽ ഉറച്ചില്ല. ആ വിശ്വാസത്തിൽ ഉറയ്ക്കാതെ ആശ്വാസം ഉണ്ടാവുകയില്ല. ആ ജ്ഞാനവിജ്ഞാനങ്ങളെ ആത്മാവിൽ നിന്ന് ദാനം ചെയ്തുകൊണ്ട് ആത്മനാഥൻ ത്യാഗകർമ്മം അനുഷ്ഠിച്ച് ലോകത്തിൽ വാഴുമ്പോൾ, ആത്മജ്ഞാനങ്ങൾ ഉപദേശിച്ച് നിന്നെ രക്ഷിക്കുമ്പോ നീ നിയമം പാലിച്ചുകൊണ്ട് അതിനനുസൃതമായി കൂടെ നിന്ന് പ്രവർത്തിക്കണം. അപ്പോഴാണ് നിന്നിൽ ആശ്വാസം ലഭിക്കുന്നത്, അപ്പോഴാണ് നിന്നിലേക്ക് ആനന്ദം ഉണ്ടാകുന്നത്. ആ ആശ്വാസവും ആനന്ദവും ജഗദീശ്വരന്റെ വകയാണ്. അത് ആത്മാവിലേക്ക് ലോകം കൂടാതെ ദാനം ചെയ്യുവാനാണ്. താൻ കരുണയോടുകൂടി ലോകത്തിലേക്ക് താണിറങ്ങി വന്നത്. ആ അല്ലായെങ്കിൽ വരേണ്ടുന്ന ആവശ്യമില്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യ ജന്മങ്ങൾക്കും ഈ പ്രകൃതിയിൽ ജീവിക്കുവാനുള്ള അറിവുണ്ട്. അത് ഈശ്വരൻ ജന്മാന്തരമായി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവരവിടെ ജീവിച്ചു കൊള്ളുമല്ലോ, അവർക്ക് വേണ്ടുന്നതെല്ലാം അവർ എടുത്തുകൊള്ളുമല്ലോ. പിന്നെ എന്തിനാണ് ഇതിനിടയിലേക്ക് ഈശ്വരൻ അവതരിച്ചത്? എന്തിനാണ് പുതിയൊരു നിയമം ദാനം ചെയ്തത്? എന്തിനാണ് കലിയുഗത്തിലെ മോക്ഷം വേണമെന്ന് താൻ തന്നെ ആവശ്യപ്പെടുന്നത്? എന്തിനാണ് നാമസങ്കീർത്തന വ്യവസ്ഥപ്പെടുത്തിയത്? ആ മർത്യജന്മങ്ങൾ ജന്മ ഉദ്ദേശം അറിയാതെ
കണ്ടുകൊണ്ട് അത് മുഖാന്തിരമുള്ള കർമ്മദോഷങ്ങളിൽ പെട്ടുപോകുന്നത് കണ്ടുകൊണ്ട് ജന്മിയാകുന്ന ജഗദീശ്വരൻ താണിറങ്ങി വരേണ്ടി വന്നു. എന്തിനു വേണ്ടി? നീ കുതിച്ചു പായുന്ന മായയുടെ, നീ ആരുടെ പിന്നെയാണോ കുതിച്ചു പായുന്നത്? എന്ത് ശക്തിയെ കണ്ടുകൊണ്ടാണോ നീ ഇത്രമേൽ നിഗളിക്കുന്നത്? നീ എന്തിനെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? നീ എന്തിനെയാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്? നീ എന്തിനെയാണോ കൂടുതൽ ആശ്രയിക്കുന്നത്? ഇതെല്ലാം നിന്റെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈശ്വരൻ തന്നിരിക്കുന്ന, നിന്റെ ആത്മമിത്രമായ ശരീരത്തിന്റെ, നിന്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിനക്ക് മിത്രമായി നിൽക്കുന്ന നിന്റെ ശരീരത്തിന്റെ ഈ ലോക ജീവിത കർമ്മങ്ങൾക്ക് വേണ്ടി, അതിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ലോകത്തിൽ തന്നിരിക്കുന്ന മായയുടെ പിന്നാലെയാണ് നീ പരക്കം പായുന്നത് എന്ന് നിന്നിലേക്ക് ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ അറിവാകുന്ന അവതാരം ഭൂമിയിൽ വന്ന് വാഴുന്നത്. മനുഷ്യ ജന്മത്തെ നിൽക്ക മനുഷ്യ, നീ നിന്നെ തന്നെ ചിന്തിക്കാം. നിൽക്ക മനുഷ്യ, നീ നിന്നെ തന്നെ ചിന്തിക്കാം. എവിടെ നിന്നു വന്നു നീ ചെന്നു ചേരണം? എവിടെ നിന്നു വന്നു നീ എവിടെ നിന്നു ചേരണം? എവിടെ നിന്നു വന്നു നീ എവിടെ ചെന്നു ചേരണം? എവിടെ നിന്നു വന്നു നീ എവിടെ ചെന്നു ചേരണം? നിൽക്ക മനുഷ്യ, നീ നിന്നെ തന്നെ ചിന്തിക്കാം. എവിടെ നിന്നു വന്നു നീ എവിടെ ചെന്നു ചേരണം? എവിടെ നിന്നു വന്നു നീ എവിടെ ചെന്നു ചേരണം? ഈ ഒരു ആലോചന അഥവാ ചിന്ത ഒരാത്മാവിലേക്ക് പകർത്തുവാൻ ഒരു സാധാരണ ശബ്ദം കൊണ്ട് സാധ്യമല്ല. എത്ര അറിവുള്ള ആളാണെന്ന് പറഞ്ഞാലും സാധ്യമല്ല. ഉടമസ്ഥന്റെ ശബ്ദം കേൾക്കുമ്പോഴേ ആത്മാവ് തിരിഞ്ഞ് ചിന്തിക്കുകയുള്ളൂ. അത് കൃത്യമായി അറിയാവുന്നത് ഉടമസ്ഥന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ സമ്പൂർണമായി താൻ തന്നെ അവതാരമായി വന്ന് വാഴുകയാണ്. അതുകൊണ്ടാണ് ഈ നരകത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നത്. ഇറങ്ങി വരേണ്ടി വന്നത് കൃത്യമായി ഈ സത്യത്തെ ആത്മാവിലേക്ക് തെളിയിച്ച് ഉത്ഭവിച്ച ആത്മാക്കൾ ആകമാനം വീണ്ടും ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിയിടണമെന്ന പരമസത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ സത്യത്തിന്റെ പൂർണ്ണരൂപനാകുന്ന ഗുരു തന്നെയാണ് അവതാരമായി വന്നത്. ശബ്ദം കേട്ടപ്പോഴാണ് ആ ശബ്ദബീജികളിൽ അലിഞ്ഞപ്പോഴാണ് ആ നാദബ്രഹ്മത്തിൽ പുണർന്നപ്പോഴാണ് ആത്മാവ് അറിഞ്ഞത്, ഓ എന്റെ ഉടമസ്ഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. എന്റെ ഉടമസ്ഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. എന്റെ ഉടമസ്ഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. എന്റെ ഉടമസ്ഥൻ ദൈവമാണ്.
പിതാവായ ദൈവം ആ തിരുഹൃദയം തുറന്ന് തിരുനാവിലൂടെ ദാനം ചെയ്യുന്ന ശബ്ദങ്ങൾ പിതാവിലൂടെ ദാനം ചെയ്യുന്ന നിമിഷങ്ങൾ അത് ആത്മാവ് തൊട്ടറിയുകയാണ്. ആത്മാവ് തൊട്ടറിയുക. അപ്പോഴാണ് അവൻ തിരിഞ്ഞു ചിന്തിക്കുന്നത്. ആ അറിയാവുന്ന വഴിയിലേക്ക് തിരിച്ചുവിടുന്ന തിരുശബ്ദം ഗുരുവിൻ്റെതാണ്. ആ അറിയാവുന്ന വഴിയിലേക്ക് തിരിച്ചുവിടുന്ന നിമിഷങ്ങൾ ഗുരുവിൻ്റെതാണ്. ആ ഗുരു ശബ്ദിക്കുന്നതെല്ലാം അറിവുകളാണ്. ഗുരു ശബ്ദിക്കുന്നതല്ല അറിവുകളാണ്. എന്തെല്ലാം ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം തന്റെ സർവജ്ഞാനമാണ്. എന്തെല്ലാം ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം തന്റെ സർവജ്ഞാനം. ഓരോ വാക്കുകളും എടുത്ത് പരിശോധിച്ചാൽ ഓരോ വാക്കുകളും എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ പിൻപിലേക്ക് ചിന്തിച്ചു പോകാൻ കഴിവുള്ള ഒരാൾക്ക് അതിന്റെ പിന്നിലേക്ക് ചിന്തിച്ചു പോകാൻ കഴിവുള്ള ഒരാൾക്ക് ആ അവസാനം എത്തിച്ചേരുന്നത് ആ തിരുഹൃദയത്തിൽ തന്നെ ആയിരിക്കും. അവസാനം എത്തിച്ചേരുന്ന ആ തിരുഹൃദയത്തിലേക്ക് അപ്രകാരം ചിന്തിച്ച് പ്രവേശിക്കുവാൻ പരിശീലിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവിൽ അങ്ങനെ ചിന്തിച്ച് ഗുരുവിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ പരിശീലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ആത്മാവ് നിത്യ പരിശീലകനായി തുടരുമ്പോൾ അവന്റെ ആത്മാവിൽ തന്നെ ആ ഹൃദയ രൂപാന്തരം സംഭവിക്കുകയാണ്. അപ്പോ ഗുരുവിന്റെ ഹൃദയം അവന്റെ ആത്മാവായി മാറുകയാണ്. അവന്റെ ആത്മാവ് ഗുരുവിന്റെ ഹൃദയമായി മാറുകയാണ്. അങ്ങനെ സദ്ഗുരുവും താനും ഒന്നായി വാഴുന്ന വാഴ്ച അവൻ അവിടെ അറിയുകയാണ്. അതിന് കാരണമായത് എന്താണ്? ആ തിരുശബ്ദം തന്നെയാണ്. ആ അമൃത വചനങ്ങളാണ്. ആ അമൃത വചനങ്ങളിൽ ചിന്തിച്ചാണ് നീ ഗുരുവിങ്കിലേക്ക് നടന്നത്. ആ ചിന്തിക്കാനുള്ള ശബ്ദവും അതിനുള്ള
ആനന്ദരൂപനാണ്. സർവത്തിനും ആധാരമായി നിൽക്കുന്നത് ഈ ഇപ്പൊ ആനന്ദരൂപൻ. ആനന്ദരൂപൻ ആധാരഭൂതൻ, ആനന്ദരൂപൻ ആധാരഭൂതൻ. ആ ലോകത്തിൽ അവതാരമായി വന്നു നിൽക്കുമ്പോ ലോകത്തിൽ തിരുവോധാരത്തിൽ നിൽക്കുമ്പോൾ ഇനി അമ്പലം നോടേണ്ട ആവശ്യമുണ്ടോ? അലഞ്ഞു തിരിയേണ്ട ആവശ്യമുണ്ടോ? മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? ആ അന്യമായുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഏകബോധത്തെ ദാനം ചെയ്യുന്ന ഏകാത്മനാഥനെ ചിന്തിച്ച് നീ സേവിച്ചു കൊള്ളുക. ആ ഏകാത്മനാഥന്റെ ഏകചിന്ത നിന്നെ ആത്മബോധത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും. ആ ഏകാത്മനാഥൻ ഏകചിന്തയാണ് ദാനം ചെയ്യുന്നത്. ആ ഏകചിന്ത അല്ലാതെ ആത്മബോധത്തിൽ എത്തിക്കുവാൻ മറ്റൊരു ചിന്തയില്ല. ആ ഏകാത്മനാഥൻ നൽകുന്ന ഏകചിന്തയാണ് സർവജ്ഞാനം. ആ സർവജ്ഞാനം, ആ സർവജ്ഞാനത്തിന്റെ കണികകളാണ് തിരുനാവിൽ കൂടി എപ്പോഴും ഉതിർന്നു വീണുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിന്റെ രക്ഷയ്ക്കായി വാരി വിതറുമ്പോ നിയമം പാലിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ച് അതിനെ പാനം ചെയ്ത് ആത്മാവിലാക്കി വെച്ചുകൊണ്ട് ആ ആത്മജ്ഞാനങ്ങളെ ആത്മാവിൽ സ്വീകരിച്ച് ആത്മാക്കൾ എന്നും വളർന്നു കൊള്ളുക. ആത്മജ്ഞാനങ്ങളെ ആത്മാവിൽ സ്വീകരിച്ച് ആത്മാക്കൾ എന്നും വളർന്നു കൊള്ളുക.
പ്രത്യക്ഷ ജ്ഞാനം. പ്രത്യക്ഷമായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യക്ഷതയാണ്. അത് ആത്മപ്രത്യക്ഷതയാണ് ഉണ്ടാക്കുന്നത്. അത് ആത്മപ്രത്യക്ഷതയാണ്. ഒരാത്മാവിലേക്ക് ഭവിച്ചു കഴിയുമ്പോൾ ആത്മാവിലേക്ക് ഭവിച്ചു കഴിയുമ്പോൾ അവിടെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണുവാനുള്ള അവസ്ഥ ഉണ്ടാകും. ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണുവാനുള്ള അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ലോകത്തിൽ വന്ന് ഈ നരകത്തിൽ കുടുങ്ങി ജീവിച്ച മനുഷ്യാത്മാവിനെ ലോകത്തിൽ വന്ന് കുടുങ്ങി നരകത്തിലായി ജീവിച്ച ആത്മാവിനെ വീണ്ടെടുത്ത് അവനിലേക്ക് പ്രത്യക്ഷമാക്കിയ ജ്ഞാനങ്ങൾ കൊടുത്ത് അവനിലേക്ക് പ്രത്യക്ഷമാക്കിയ ജ്ഞാനങ്ങൾ അവനിൽ നിന്ന് സർവ്വദോഷങ്ങളെയും അപ്രത്യക്ഷമാക്കി അവനിൽ നിന്ന് സകല ദോഷങ്ങളെയും അപ്രത്യക്ഷമാക്കി ഈ ആത്മഗുണങ്ങളെയും ആത്മശക്തിയെയും ആത്മഗുണങ്ങളെയും ആത്മശക്തിയെയും ആത്മരൂപാന്തരത്തിൽ കൂടി പ്രത്യക്ഷമാക്കി ആത്മരൂപാന്തരത്തിൽ കൂടി പ്രത്യക്ഷമാക്കി അവനെ ദൈവരൂപമാക്കി തീർക്കുന്ന പ്രത്യക്ഷ വാഴ്ച, അവനെ ദൈവമാക്കി തീർക്കുന്ന പ്രത്യക്ഷ വാഴ്ച, അത് പ്രത്യക്ഷമായി വന്ന ഗുരുവിനാലല്ലാതെ സാധ്യമല്ല. പ്രത്യക്ഷമായി വന്ന അതുകൊണ്ട് ഗുരുവിനെ അറിയണം, അകതാരിങ്കൽ കാണണം. ഗുരുവിനെ അറിയണം, അകതാരിങ്കൽ കാണണം. ഗുരുവിനെ അറിയണം, അകതാരിങ്കൽ കാണണം. ഗുരുവിനെ അറിയണം, അകതാരിങ്കൽ കാണണം. അറിവുവിട്ടകന്നിടാതെ അകതാരിങ്കൽ കാണണം. ഗുരുവിനെ അറിഞ്ഞ് ആശ്രയിച്ച് ആരാധിച്ച് ലോകത്തിൽ ജീവിച്ചാൽ ആത്മാവിൽ ആത്മനാഥൻ വാഴുന്നതും ഈ ലോകമെമ്പാടും നിറഞ്ഞു നിലകൊള്ളുന്ന സർവചരാചരങ്ങളിലും നിറഞ്ഞു വാഴുന്ന മനുഷ്യജന്മമായി നിലകൊള്ളുന്ന സർവത്തിലും നിലനിൽക്കുന്ന ആ ബ്രഹ്മചൈതന്യ രൂപത്തെ ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുന്ന നിനക്ക് കാണാനും അറിയാനും ആ അറിവിൽ കൂടി ജീവിക്കുവാനും സർവ്വതും ബ്രഹ്മമെന്നറിഞ്ഞ് ആനന്ദിക്കുവാനും സർവകർമ്മങ്ങളും ഗുരുകർമ്മമാണെന്ന് അറിഞ്ഞ് അനുഭവിക്കുവാനും യാതൊരു ചഞ്ചലതകളും ഏശാതെ ഒരു വിശ്വാസക്കുറവും വരാതെ ആ വിശ്വനാഥരൂപനാകുന്ന ജഗദീശ്വരനോട് ചേർന്ന് സമ്പൂർണ്ണ വിശ്വാസത്തിൽ ജീവിക്കുവാനും ഈശ്വരൻ തന്നെ നിന്നെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. ഓരോ ഭൗതിക കാര്യങ്ങളും നടപ്പിലാകുവാൻ വേണ്ടി ഗുരുവിന്റെ അനുഗ്രഹം തേടാറുണ്ട്. അതൊക്കെ അനുഗ്രഹമായി ദാനം ചെയ്യാറുണ്ട്. എന്നാൽ ഗുരു അവതാരമായി വന്ന് ആ തൃക്കര ഉയർത്തി കാത്തു നിൽക്കുന്നത് നിന്റെ ആത്മാവിലേക്ക് ഈ പൂർണ്ണരൂപത്തെ തെളിയിച്ചു നിന്നെ അനുഗ്രഹിക്കാനാണ്. അതിലേക്ക് എഴുന്നള്ളി തനിക്കു തന്നെ വാഴാനാണ്. ആ അനുഗ്രഹം, ആ തൃക്കര ഉയർത്തി അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹം അത് സ്വീകരിക്കുവാൻ നീ സർവദാ കരുതി മനസ്സാ വാചാ കർമ്മണ പരിശുദ്ധമായി ജീവിച്ചാൽ ആ അനുഗ്രഹം സർവദാ നിന്നിലേക്ക് ലഭിച്ചു. അപ്പോഴാണ് ബ്രഹ്മമായും ബ്രഹ്മരൂപമായും ബ്രഹ്മലോകമായും ഒക്കെ അനുഭവമാകുന്നത്. ആ അനുഭവത്തിൽ എത്തിക്കുവാനായി ഇതിനേക്കാൾ വലിയൊരു ജന്മം തരാനില്ല. മനുഷ്യ ജന്മത്തിലാണ് ഇതെല്ലാം സമ്പൂർണ്ണമായി അവതരിപ്പിക്കാൻ കഴിയുന്നത്. കാരണം ലോകത്തിൽ വിവിധ ഉപകരണങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ഒരു 2 or 3 രാജ്യത്തിലേക്കൊന്ന് ചുറ്റി സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരാൾ ഒരു പഴയ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് അതിന് ഇറങ്ങുകയില്ല. അതിന് യോഗ്യമായ വളരെ ശക്തിവത്തായ
തിരഞ്ഞെടുക്കും. ഏറ്റവും വലിയ ഉപകാരം നല്ല ഭാഗമാണ് കിട്ടുന്നത്. അതിലേക്ക് നിറയ്ക്കാനുള്ള ഇന്ധനങ്ങളൊക്കെ നിറച്ച് സൂക്ഷിക്കും. അതിലേക്ക് നിറയ്ക്കാനുള്ള ഇന്ധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിക്കും. അതിന്റെ അറ്റകുറ്റ പണികളെല്ലാം തീർത്തതിനെ വൃത്തിയാക്കി വെക്കും. അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തതിനെ വൃത്തിയാക്കി വെക്കും. എന്നിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്. എങ്കിൽ മാത്രമേ അത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ആ സുഗമമായ യാത്രയ്ക്ക് അങ്ങനെ ഒരു വാഹനത്തിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ലോകത്തിൽ വിവിധ ജന്മങ്ങളെടുത്ത് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും ഈശ്വര ജന്മമായി തീരാൻ പ്രാപ്യമായ ഒന്നിലുമല്ല കുടികൊണ്ടിരുന്നത്. പ്രാപ്യമായ ഒരു ജന്മത്തിലായിരുന്നില്ല മുൻപിരുന്നത്. എന്നാൽ ഇന്ന് സമ്പൂർണമായി ഈശ്വര രൂപം ധരിക്കുവാൻ തക്ക വിധത്തിൽ പ്രാപ്യമായ പ്രാപ്തമായ അതിനനുയോജ്യമായ ഒരു രൂപം ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രകൃതി ജീവിക്കുന്നത്. ഇത് സമ്പൂർണമായി അനുഭവമാക്കി എടുക്കേണ്ടുന്നത് അവരവരുടെ കർമ്മഫലം കൊണ്ടാണ്. ആ കർമ്മത്തിനുള്ള അറിവാണ് ആത്മജ്ഞാനമായി ഉപദേശിക്കുന്നത്. അറിവും കർമ്മവും അനുഭവവും അവരവർ തന്നെ സിദ്ധിച്ച് ആത്മാവിൽ കരസ്ഥമാക്കും. അങ്ങനെ സ്വീകരിച്ച് അതിനെ കരുതി ജീവിക്കുന്നവർക്ക് എല്ലാവരും ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർന്ന് ഈശ്വര രൂപം ധരിച്ച് ഒത്തുവാഴുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈശ്വരൻ പ്രത്യക്ഷമായ ലോകത്തിൽ വാഴുന്നു. ശരീരം കൂടാതെ ദേവീദേവന്മാർ നിലകൊള്ളുന്നു. ഭൂതപരിവാരങ്ങൾ നിലകൊള്ളുന്നു. കർമ്മം ചെയ്യാനുള്ള ശേഷിയോടുകൂടി കർമ്മഫലം വർദ്ധിക്കാനുള്ള അറിവോടുകൂടി മനുഷ്യജന്മങ്ങൾ ലോകത്തിൽ നിലകൊള്ളുന്നു. അപ്രകാരം അറിവിൽ കൂടി കർമ്മിച്ച് ദേവീദേവന്മാർക്ക് പോലും അസൂയ തോന്നത്തക്ക വിധത്തിൽ ആത്മലോകം അങ്ങനെ ദേവലോകമായി വളർന്ന് ആ ദേവാദിദേവനാകുന്ന ജഗദീശ്വരനുമായി ഒത്തുവാഴുന്ന ആ സന്ദർഭത്തെ പറ്റി ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓ ദേവലോക തുല്യമായ ദേവാലയം, ഓ ദേവലോക തുല്യമായ ദേവാലയം, ഇല്ലാതെ നിങ്ങൾ ആരും ഇത് ചിന്തിക്കണ്ട. കാരണം ഇന്ന് ലോകത്തിൽ നിങ്ങൾ ശുഭാനന്ദ ഗുരുവിനെ അറിയുന്നുവെങ്കിൽ ആദ്യ തിരുശരീരത്തിൽ കൂടി അറിഞ്ഞവരല്ല. വീണ്ടും വന്ന് സ്വീകരിച്ച് ഉന്നതമായി വാണിരുന്ന് ഓരോ ശരീരങ്ങൾ കൂടിയും പ്രവർത്തിച്ച് ആത്മാവിലേക്ക് ഈ അറിവ് പകർന്നു കൊടുത്താണ് ശിവാനന്ദ ഗുരുവിനെ കാട്ടിക്കൊടുത്തത്. അതെങ്ങനെയാണ് സാധിച്ചത്? അവരെല്ലാം സാധാരണ മനുഷ്യരായിരുന്നു. സാധാരണ ജീവിതം ചെയ്തവരായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിരുന്നു. അർത്ഥ പട്ടിണിക്കാരായിരുന്നു. പലവിധത്തിൽ പ്രയാസം സഹിച്ചവരായിരുന്നു. പക്ഷേ ഗുരുവിന്റെ അറിവ് ആത്മാവിലേക്ക് പ്രവേശിച്ച് കർമ്മിച്ച് ശുദ്ധീകരിച്ച് വളർത്തിയെടുത്ത് ആ
സ്വർഗസിംഹാസനം ആത്മാവിൽ രൂപപ്പെടുത്തി ആ സ്വർഗ്ഗസിംഹാസനത്തെ ആത്മാവിൽ രൂപപ്പെടുത്തി ഓരോ ആത്മാവിലേക്കും ഈശ്വരൻ എഴുന്നള്ളിയിരുന്നുകൊണ്ട് ഓരോ ആത്മാവിലേക്കും ഈശ്വരൻ എഴുന്നള്ളുന്നു. ആ കർമ്മവഴികളിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന ആത്മാവ് സ്വർഗസിംഹാസനമായി തീരുകയാണ്. ആ കർമ്മവഴികളിൽ രൂപാന്തരപ്പെട്ടു വന്ന ആത്മാവ് സ്വർഗ്ഗസിംഹാസനമായി ആ സ്വർഗസിംഹാസനത്തിലേക്കാണ് ഈശ്വരൻ എഴുന്നള്ളി വാഴുന്നത്. ആ സ്വർഗ്ഗസിംഹാസനത്തിലേക്കാണ് ഈശ്വരൻ എഴുന്നള്ളി ആ വാഴുന്നത്. ഈശ്വരന്റെ എഴുന്നള്ളത്താണ് ഭക്തലോകത്തിലേക്ക് പ്രകാശിപ്പിച്ചു ആ കൊടുത്തത്. ഈശ്വരന്റെ എഴുന്നള്ളാണ് ഭക്തലോകത്തിലേക്ക് പ്രകാശിച്ചത്. അപ്പോൾ ഈ ചിന്തിക്കാൻ പറഞ്ഞ ചിന്ത വെറുതെ ഒരു ചിന്തയാണോ? അപ്പൊ ഈ ചിന്തയെല്ലാം ചിന്ത വെറുതെ ഒരു ചിന്തയാണോ? അല്ല, അത് വ്യക്തമായ ധാരണയോടുകൂടി തന്നെ പറഞ്ഞതാണ്. വ്യക്തമായ ധാരണയോടുകൂടി അത് വ്യക്തമായ ഉദാഹരണങ്ങളോടുകൂടി അനുഭവങ്ങളോടുകൂടി പറഞ്ഞതാണ്. ആ വ്യക്തമായ അനുഭവങ്ങളോട് അനുഭവങ്ങളോടുകൂടി കൽപ്പിച്ചു. ഈ ലോകത്തിൽ ഈ ലോകത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജീവിച്ച മനുഷ്യരുടെ ഇടയിലേക്ക് സാധാരണക്കാരായി ജീവിച്ച മനുഷ്യരുടെ ഇടയിൽ ഈ ആത്മജ്ഞാനങ്ങളെ തെളിയിച്ച് ആത്മാവിനെ തെളിയിച്ച് ആത്മനാഥൻ എഴുന്നള്ളി പ്രത്യക്ഷമായി വാണിരുന്ന് നമുക്ക് അനുഭവമായതാണ്. ആ അനുഭവം ഉണ്ടായിട്ടുള്ളവരല്ല ഇരിക്കുന്നവരെല്ലാം. ആ അനുഭവം എല്ലാവരും ആ അനുഭവം ഉണ്ടായിട്ടുള്ളവരാണ്. അപ്പൊ ഒരു നിമിഷം ഹൃദയപരിശുദ്ധി വരുത്തി ദേവീദേവന്മാരെക്കാൾ ഉയർന്ന അവസ്ഥയിലേക്ക് ആത്മാവിനെ വളർത്തി ആത്മനാഥനുമായി ചേർന്ന് വാഴുന്ന വാഴ്ചയെ ചിന്തിക്കുന്നതിന് വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസവുമില്ല. കാരണം ഇതെല്ലാം അനുഭവമാണ്. ഇത് വെറുതെ പറയുന്ന പുരാണങ്ങളല്ല, വെറും പഴങ്കഥകളല്ല, അനുഭവജ്ഞാനങ്ങളാണ് പറയുന്നത്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്ക മാനസമേ ജന്മിയാം സദ്ഗുരു കൂടെയുണ്ട്. ചിന്തിക്ക മാനസമേ ജന്മിയാം സദ്ഗുരു കൂടെയുണ്ട്.
ജഗദ്ഗുരുവിനെ അറിഞ്ഞ് നിങ്ങൾ ജീവിക്കുക. സർവശക്തിയവരെയും അനുഗ്രഹിക്കട്ടെ. നടക്കാനിരിക്കുന്ന സർവകർമ്മങ്ങളും ഉത്രാടം ജന്മനക്ഷത്രം, സമാധി ദിനാചരണം, മഹാധാരാസ്തുതി എല്ലാം ആനന്ദമായി നടത്തപ്പെടട്ടെ. എന്റെ സന്താനങ്ങൾക്ക് ഒത്തൊരുമിച്ച് വന്ന് എല്ലാ കർമ്മങ്ങളിലും ഇടപെടുവാൻ സർവശക്തി അനുവദിക്കട്ടെ. ഈ മഹാലോകത്തെ പരിപൂർണമായി ലോകത്തിൽ നിന്ന് ഒഴിവാക്കി ലോകവാസികളെ രക്ഷിക്കട്ടെ. ഈ രോഗം ബാധിച്ച് മരിച്ചുപോയവർക്ക് ആത്മശാന്തി ദാനം ചെയ്യട്ടെ. രോഗികളായി കഴിയുന്നവർക്ക് രോഗശാന്തി ദാനം ചെയ്യട്ടെ. സർവകർമ്മങ്ങളും സർവശക്തി പ്രത്യക്ഷമായിരുന്നുകൊണ്ട് ആത്മാക്കൾക്ക് ആനന്ദത്തിനായി നടത്തി തരുമാറാകട്ടെ. സർവ നേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. സർവ നേർച്ചകളും സ്വീകരിച്ചിരിക്കുന്നു. സർവരെയും ദർശിച്ചിരിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഇരിക്കുന്ന സർവാത്മാക്കളെയും സർവശക്തി ദർശിച്ച് അനുഗ്രഹിക്കട്ടെ. സർവരെയും ആനന്ദിപ്പിക്കട്ടെ. ആനന്ദരൂപൻ പ്രത്യക്ഷമായി ലോകത്തിൽ എന്നും വാഴട്ടെ, എന്നും